ഹായ് ഓൾ, ഇതാണ് ഈശോയുടെ തിരുമുഖ ജപമാല. ഒട്ടേറെ പ്രത്യേകതകളുള്ള ഒരു ജപമാലയാണിത്. ഇത് ഞാൻ ഇൻസ്റ്റഗ്രാമിലെ ഡോട്ട് റോസറി എന്നൊരു പേജിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഈ ജപമാല പ്രാർത്ഥിക്കുന്നത് വഴി, ഈ ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുന്നത് വഴി നമുക്ക് അസാധ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് സാധിച്ചു കിട്ടും. അത്രയേറെ പ്രത്യേകത ഉണ്ട് കേട്ടോ ഈ ജപമാലയ്ക്ക്. കാരണം എന്ന് പറഞ്ഞാൽ ഈശോയുടെ കുരിശിന്റെ വഴി സമയത്ത് ഈശോയ്ക്ക് ഒരുപാട് അപമാനങ്ങളും അവഹേളനങ്ങളും ഈശോയുടെ തിരുമുഖത്തിന് ഏറ്റിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈശോയുടെ തിരുമുഖത്തെ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രയേറെ അനുഗ്രഹങ്ങൾ ലഭിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് നോക്കാം. എൻ്റെ കയ്യിൽ ഒരു പ്രയർ കാർഡ് ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് പ്രാർത്ഥിക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ദൈവമേ, എന്റെ സഹായത്തിന് എഴുന്നള്ളി വരണമേ. കർത്താവെ, എന്നെ സഹായിക്കാൻ വേഗം വരണമേ. ഈശോയുടെ സ്പർശനേന്ദ്രിയത്തെ ബഹുമാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അപ്പൊ ഈ ഒരു വലിയ മുത്തുണ്ട്. ഈ ഒരു വലിയ മുത്ത് വരുന്നിടത്താണ് നമ്മൾ ഈ ഒരു ജപമാല ശരിക്കും തുടങ്ങേണ്ടത്. വലിയ മുത്ത് വരുന്നിടത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയാണ്: എന്റെ ഈശോയെ കരുണയായിരിക്കണമേ എന്ന് പറഞ്ഞിട്ട് തൃത്വസ്തുതി പറയാം. എന്നിട്ട് അടുത്ത് 6 മുത്തുകൾ വരുന്നുണ്ട്. ആ 6 മുത്തുകൾ വരുന്നിടത്ത് കർത്താവെ ഉണർന്ന് എഴുന്നേൽക്കണമേ, അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ, അവിടുത്തെ ദേഷിക്കുന്നവർ അവിടുത്തെ മുമ്പിൽ നിന്ന് ഓടിപ്പോകട്ടെ. ഇത് ഈ 6 മുത്തുകൾ വരുന്നിടത്താണ് നമ്മൾ ഈ പ്രാർത്ഥന പറയേണ്ടത്. അടുത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഈശോയുടെ ശ്രവണേന്ദ്രിയത്തെ ബഹുമാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് അടുത്തത് ഒരു വലിയ മുത്ത് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ വീണ്ടും എന്റെ ഈശോയെ കരുണയായിരിക്കണമേ എന്ന് പറഞ്ഞിട്ട് തൃത്വസ്തുതി പറയാം. എന്നിട്ട് വീണ്ടും 6 മുത്തുകൾ വരുന്നുണ്ട്. അവിടെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ്: കർത്താവെ ഉണർന്ന് എഴുന്നേൽക്കണമേ, അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ, അവിടുത്തെ ദേഷിക്കുന്നവർ അവിടുത്തെ മുമ്പിൽ നിന്ന് ഓടിപ്പോകട്ടെ. ഇങ്ങനെ ഈ 6 മുത്തുകളിൽ ഈ പ്രാർത്ഥന പറയാം. റിപ്പീറ്റ് ചെയ്ത് പറയാം. എന്നിട്ട് അടുത്ത് നമ്മൾ വീണ്ടും പ്രാർത്ഥിക്കേണ്ടത് ഈശോയുടെ ദർശനേന്ദ്രിയത്തെ ബഹുമാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എന്നിട്ട് ഈ വലിയ മുത്ത് വരുന്നിടത്ത് എന്റെ ഈശോയെ കരുണയായിരിക്കണമേ എന്ന് പറഞ്ഞിട്ട് തൃത്വസ്തുതിയും പറയാം. എന്നിട്ട് 6 മുത്തുകൾ വരുന്നിടത്ത് കർത്താവെ ഉണർന്ന് എഴുന്നേൽക്കണമേ, അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ, അവിടുത്തെ ദേഷിക്കുന്നവർ അവിടുത്തെ മുമ്പിൽ നിന്ന് ഓടിപ്പോകട്ടെ എന്ന ഈ പ്രാർത്ഥന നമ്മൾ ഈ 6 മുത്തുകളിലായിട്ട് റിപ്പീറ്റ് ചെയ്ത് പ്രാർത്ഥിക്കാം. എന്നിട്ട് വീണ്ടും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നാലാമത്തതായിട്ട് ഈശോയുടെ ഘ്രാണേന്ദ്രിയത്തെ ബഹുമാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് വലിയ മുത്ത് വരുന്നിടത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റിപ്പീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ 6 മുത്തുകൾ വരുന്നിടത്തും അടുത്ത പ്രാർത്ഥന നമ്മൾ റിപ്പീറ്റ് ചെയ്യാം. അടുത്ത 5ാമതായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഈശോയുടെ രുചിയേന്ദ്രിയത്തെ ബഹുമാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് ഈ വലിയ മുത്ത് വരുന്നിടത്ത് എന്റെ ഈശോയെ കരുണയായിരിക്കണമേ എന്നും പിന്നെ തൃത്വസ്തുതി പറയാം. പിന്നെ ചെറിയ മുത്തുകൾ വരുന്നിടത്ത് കർത്താവെ ഉണർന്നെഴുന്നേൽക്കണമേ, അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ, അവിടുത്തെ ദേഷിക്കുന്നവർ അവിടുത്തെ മുമ്പിൽ നിന്ന് ഓടിപ്പോകട്ടെ എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത ലാസ്റ്റ് 3 മുത്തുകൾ വരുന്നുണ്ട് അല്ലെ. ഈ 3 മുത്തുകൾ വരുന്നിടത്ത് നമ്മൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? കർത്താവെ ഉണർന്നെഴുന്നേൽക്കണമേ, അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ, അവിടുത്തെ ദേഷിക്കുന്നവർ അവിടുത്തെ മുമ്പിൽ നിന്ന് ഓടിപ്പോകട്ടെ. ഈ പ്രാർത്ഥന നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ സമാപന പ്രാർത്ഥനയായിട്ട് പറയേണ്ടത്: ദൈവമേ, ഞങ്ങളുടെ സംരക്ഷകനെ, ഞങ്ങളെ നോക്കണമേ, അങ്ങയുടെ ക്രിസ്തുവിന്റെ തിരുമുഖത്തെ കടാക്ഷിക്കണമേ. ഇത്രയും പറഞ്ഞ് ഇത്രയേ ഉള്ളൂ ഈ പ്രാർത്ഥന. വളരെ സിമ്പിൾ ആണ് ശരിക്കും, പക്ഷെ എന്നാൽ വളരെ പവർഫുള്ളും ആണ്. അത്രയും നല്ല ഒരു പ്രാർത്ഥനയാണ് കേട്ടോ. നമ്മളിങ്ങനെ നമുക്ക് എളുപ്പത്തിൽ പ്രാർത്ഥിക്കാനും പറ്റും, എന്നാൽ അത്രയേറെ ശക്തിയുമുള്ള ഒരു പ്രാർത്ഥനയാണ്. ഈശോയോടുള്ള ആ ഒരു സ്നേഹവും ബോണ്ടിങ്ങും ഒക്കെ നമുക്ക് ഈ പ്രാർത്ഥന ചൊല്ലുന്നത് വഴി നമുക്ക് കൂട്ടാനും പറ്റും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.